ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് നമ്മുടെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെ മറ്റു മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരു വലിയ പ്രശ്നമാണ് ഗായകൻ ബാലഭാസ്കറിൻ്റെ മരണം. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കുഞ്ഞു മോളും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ഇപ്പോഴത്തെ ഒരു ഇൻ്റർവ്യൂ ഇപ്പോഴാണ് വന്നിരിക്കുന്നത്, കുറേ നാളുകൾക്ക് ശേഷം. അപ്പോൾ അതിനകത്ത് കണ്ട ചില കമൻസുകളുടെ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയാനാണ്. അപ്പം നമ്മൾ അതൊരു ആ മരണത്തിൻ്റെ പിന്നിലൊരു ദുരൂഹതയുണ്ട് എന്നുള്ളത് നമുക്ക് ഏതൊരു ശരാശരി മലയാളികൾക്കും മനസ്സിലാവുന്നതാണ്. കാരണം മാധ്യമങ്ങളിലൂടെയും വാർത്തകളിലൂടെയും മാത്രമാണ് നമുക്ക് കാര്യം അറിയാവുന്നത്. അല്ലാതെ നമുക്ക് ഡയറക്റ്റ് അപ്രോച്ച് ഒന്നും അറിയില്ല. അങ്ങനെ അറിയാവുന്നവർക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ കാര്യങ്ങൾക്ക് അറിയാം. പക്ഷേ ഒരു ശരാശരി മലയാളി എന്നും മാധ്യമങ്ങളിലൂടെ ന്യൂസ് കേട്ടതിൻ്റെ അറിവ് വെച്ച് മാത്രം അതിൻ്റെ പിറകിൽ എന്തോ ഒരു ദുരൂഹതയുണ്ട് എന്ന് നമുക്ക് അന്നേ മനസ്സിലായിട്ടുണ്ട്. ഇന്നിപ്പോൾ അതിൻ്റെ പ്രധാന പ്രതി എന്ന് പറയാൻ പറ്റില്ല, അതിലൊരു പ്രധാന ആ വണ്ടിയുടെ ഡ്രൈവറായിരുന്ന വ്യക്തിയെ മറ്റൊരു കേസിൽ അറസ്റ്റിലായപ്പോൾ അല്ലെങ്കിൽ പിടിക്കപ്പെട്ടപ്പോൾ നമുക്ക് മനസ്സിലായി എന്തോ ഒരു സംതിങ് ഫിഷി. ഞാനിപ്പോൾ ആ ഒരു കാര്യം പറയാനേ അല്ല, അത് നിയമപരമായ മറ്റു കാര്യങ്ങൾ, അതിനെക്കുറിച്ച് കൂലങ്കഷമായി സംസാരിക്കാൻ പറ്റിയ അറിവുകൾ എനിക്കില്ല. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റിയ മറ്റ് ആൾക്കാരും അറിവുള്ളവരും ഒക്കെ ഉണ്ട്. ഞാൻ പറയാൻ വന്നത് ലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തിയുടെ ഇൻ്റർവ്യൂ ആണ്. അവരുടെ ബോഡി ലാംഗ്വേജ് കണ്ടുകൊണ്ട് മാത്രം അവരുടെ വികാരങ്ങളെയും അവരുടെ മറ്റു കാര്യങ്ങളെയും ഒരുപാട് പേര് വിലയിരുത്തി കമൻസ് ഇടുന്നത് ഞാൻ കണ്ടു. ഒരു വ്യക്തിയുടെ ബോഡി ലാംഗ്വേജ്, ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ കാര്യമാണെങ്കിൽ, ഒരുപാട് ജീവിത വേദനകളും വ്യതകളും ഉണ്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയാണ്. അതിൽ തെറ്റുണ്ടാവും, നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ അന്നേരവും മറ്റുള്ളവർ മനസ്സിലാക്കാത്ത രീതിയിൽ, അതായത് ഞാനുമായി അടുത്ത ആൾക്കാരെല്ലാം മറ്റൊരാൾക്ക് മനസ്സിലാവാത്ത രീതിയിലാണ് ഞാൻ നടന്നത്. കാരണം എനിക്ക് അങ്ങനൊരു പ്രശ്നമുണ്ടോ എനിക്ക് എന്ന ഒരു കാലഘട്ടം എന്ന് ചിന്തിക്കുന്നത്, അങ്ങനൊരു പ്രശ്നത്തിൽ നിന്നാണോ കുട്ടി വരുന്നത്? അതെനിക്ക് എന്നെപ്പോലെ തന്നെ ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ജീവിതത്തിൽ വലിയ വലിയ ദുരന്തങ്ങളാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. പക്ഷെ അവർ പിറ്റേ ദിവസം കാണുമ്പോൾ, അല്ലെങ്കിൽ അന്നത്തെ ദിവസം തന്നെ കാണുമ്പോൾ, അവരുമായി ബന്ധപ്പെട്ട ആളായതുകൊണ്ട് എനിക്ക് മനസ്സിലായി. അല്ലാത്തവർ കണ്ട ഈശ്വര ഈ കുട്ടിക്ക് വിഷമോ എന്ന്. അപ്പം ചില ആൾക്കാരുടെ ദുഃഖങ്ങളുടെ ആഴം അവരുടെ അപ്പിയറൻസിൽ വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം എനിക്ക് അതിലൊരു തെറ്റ് പറ്റിയെന്നല്ല, എനിക്ക് തെറ്റ് തോന്നി. കാരണം ഒരാളുടെ ഫിസിക്കൽ അപ്പിയറൻസ് ഓക്കെ ആണെന്ന് അവർ ചിരിച്ചുകൊണ്ട് വർത്തമാനം പറയുന്നത്, അല്ലെങ്കിൽ ബോൾഡായിട്ട് വർത്തമാനം പറയുന്നത് കൊണ്ട് മാത്രം അവർ ഭർത്താവിൻ്റെയും കുഞ്ഞിൻ്റെയും മരണത്തിൽ അവർക്ക് ദുഃഖമില്ലെന്ന് വിലയിരുത്തിയ ആൾക്കാരുടെ ആ കാഴ്ചപ്പാടിനോട് എനിക്ക് വല്ലാത്ത ഒരു വിഷമം തോന്നുന്നു. അവർക്ക് ദുഃഖമുണ്ട് അവരുടെ ഹൃദയത്തിലാണ്. കാരണം അവരുടെ വർഷങ്ങളോളം കാത്തിരുന്നുണ്ടായ, നമ്മളെല്ലാവരും ഈ മാധ്യമങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കിയ ഒരു അറിവ് വെച്ച് വർഷങ്ങളോളം കാത്തിരുന്നുണ്ടായ മകളും അവരൊരുപാട് കാലം സ്നേഹിച്ച് വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിച്ചിരുന്ന ഒരു ഭർത്താവുമാണ് നഷ്ടപ്പെട്ടത്. അപ്പോൾ അവർക്ക് ഉറപ്പായും വേദനകൾ ഉണ്ടാകാം. അവരുടെ ആ മരണത്തിൽ എന്തൊക്കെ അറിവുണ്ടോ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഹൈഡ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ അവരുടെ ഭാഗം. നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഹൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറകെ അവർക്ക് അവരുടേതായ എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ അവർ പിൽക്കാലത്ത് അത് ഡിസ്ക്ലോസ് ചെയ്യേണ്ട ഒരു സന്ദർഭം ഉണ്ടെങ്കിൽ അത് നമുക്ക് അന്ന് മനസ്സിലാക്കാം. മറ്റൊരു കാര്യം, അവരുടെ കുടുംബ പ്രശ്നമാണ്. അവരുടെ ഹസ്ബൻഡിന് മാതാപിതാക്കളുടെ അഭിപ്രായം, അത് മാതാപിതാക്കളാണ്, അവരുടെ അഭിപ്രായം പറയണം. അവർക്കാണ് ഏറ്റവും കൂടുതൽ അവകാശം, അതെല്ലാം സത്യമാണ്. അവർക്ക് അവരുടേതായ ഒരുപാട് വേദനകൾ ഉണ്ടാകും. അവർക്ക് മകനാണ് നഷ്ടപ്പെട്ടത്. ആ വൈഫിൻ്റെ അതേ ഈക്വൽ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിബന്ധങ്ങളുടെയും ആഴത്തെ നമുക്ക് അളക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഇത്രയധികം വേദന ഉണ്ടാവും, അമ്മയ്ക്ക് ഇത്രയധികം വേദന ഉണ്ടാകും, അങ്ങനെയൊന്നുമില്ല. മനുഷ്യ മനസ്സിന് വ്യത്യസ്തമായ വേദനകളാണ്. ഒരു ബന്ധങ്ങളെയും നമുക്ക് ഒന്നാണ് വലുതെന്നുള്ള രീതിയിൽ അളക്കാൻ പറ്റില്ല. അതൊരു ബുദ്ധിയില്ലായ്മയാണെന്ന് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ എനിക്ക് ആ വ്യക്തി ആ മാതാപിതാക്കളെ അവരിൽ നിന്നും മാറ്റി നിർത്തുന്നതിൻ്റെ ആ വ്യക്തിയുടെ ഭാഗം അതിനകത്ത് പറയുന്നുണ്ട്. അവർ ആ മെൻ്റൽ ട്രോമയിലൂടെ കടന്നു വന്നപ്പോൾ ആരുമായി സംസാരിക്കാനുള്ള ഒരു
അവർക്ക് ബുദ്ധിമുട്ട് അവർക്കുണ്ടായി എന്നുള്ളതാണ് അവരതിനറിയാൻ കാരണം. പിന്നെ അവരുടെ ഇൻ്റർവ്യൂവിൽ നിന്ന് മറ്റുള്ളവർ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം കിട്ടിയില്ല. നമുക്കറിയാം നമ്മുടെ സോഷ്യൽ മീഡിയ ഇപ്പം ഞാൻ ഉൾപ്പെടെ ഈ കോണ്ടന്റ് കൊണ്ടുവന്നത് നമ്മൾ ഏതാണ്ടൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. നമുക്ക് പ്രതീക്ഷകളാണ്, അവർക്കത് ജീവിതാനുഭവമാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിലെ വേദനകൾ മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഒരാഘോഷമാണ്. ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. ചിലർക്കതൊരു ആഘോഷമാണ്, ബിസിനസ്സാണ്, എല്ലാമാണ്. പക്ഷെ എന്തൊക്കെ ഇരുന്നാലും ശരി, ബിസിനസ്സാണ്, നമുക്ക് കോണ്ടന്റ് ക്രിയേറ്റേഴ്സാണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എല്ലാം ശരിയാണ്, അത് നമ്മുടെ ഭാഗം. പക്ഷെ അത് മറ്റുള്ള വികാരങ്ങളും കൂടി മനസ്സിലാക്കിയായാൽ അത് കുറച്ചും കൂടി മനോഹരമാകും. ഇതൊട്ടും ആ വ്യക്തിയും അല്ലെങ്കിൽ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഇല്ലാതെ അവരെ ഒട്ടും ഒരു 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 ബാഡ്, അതായത് അവരെ ഒരു മോശം ഇതിലേക്ക് മാത്രം മാറ്റി നിർത്തിയിട്ട് അവരെക്കുറിച്ച് സംസാരിക്കുന്നതിൽ ഇപ്പോഴത്തെ എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് വളരെ ദുഃഖം തോന്നുന്നു. കാരണം ജീവിതത്തിലെ വലിയ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അവരത് മുഖത്ത് കൊണ്ടുവരണം, അവർ ബോൾഡായിട്ട് സംസാരിക്കരുത്. അതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അവർ മീഡിയയിൽ വന്നത് ചിലപ്പോൾ അവരുടെ റിക്കവറി സ്റ്റേജ് ഇപ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോഴായിരിക്കാം അവർക്ക് അവരുടെ മാതാപിതാക്കളുടെ അഭിപ്രായങ്ങളെല്ലാം വന്നപ്പോൾ, അതായത് ബാലഭാസ്കർ എന്ന് പറയുന്ന വ്യക്തിയുടെ മാതാപിതാക്കളുടെ അഭിപ്രായങ്ങളൊക്കെ വന്നപ്പോൾ അവർക്ക് പ്രതികരിക്കണമെന്ന് തോന്നിക്കാണും. മേ ബി, അല്ലെങ്കിൽ അതായിരിക്കും അത് അവരുടെ താല്പര്യമായിരിക്കും. പക്ഷെ നമ്മൾ അവരെ തെറ്റുകാരിയാണോ അല്ലെങ്കിൽ അവരിങ്ങനെ ഒരാണോ, അവർക്ക് എന്തോ പങ്കുണ്ടെന്നൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ നമ്മളാരുമല്ല. പിന്നെ നമ്മളൊരു ശരാശരി മനുഷ്യ നിലയിൽ എല്ലാത്തിനും അഭിപ്രായം പറയണം. പക്ഷെ നമ്മൾ അഭിപ്രായ പ്രകടനങ്ങൾ എപ്പോഴും മറ്റൊരാളുടെ ഒരു മെൻ്റൽ സ്റ്റേജും കൂടെ മനസ്സിലാക്കി ആയിരിക്കണം എന്നുള്ളത് എൻ്റെ ഒരു തോന്നലാണ്. സാധാരണ ഒരു ഭർത്താവിൻ്റെ നഷ്ടം മാത്രമല്ലാതെ ഒരു കുഞ്ഞിൻ്റെ നഷ്ടം കൂടി അതിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതവർക്ക് വലിയ ട്രോമയായിരിക്കും. ജീവിതത്തിൽ ഒരുപാട് വേദനകളും വിഷമങ്ങളും നമുക്കെല്ലാവർക്കും ഇപ്പം ഇതിനെ വീഡിയോയെക്കുറിച്ച് ഒരു കണ്ടാൽ ആ കാണുന്ന ഓരോ വ്യക്തികളുടെയും ഹൃദയത്തിൽ അവർക്ക് മാത്രം ആഴം അളക്കാൻ പറ്റുന്ന വേദനകൾ കാണും. ഈ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ മനസ്സിലും കാണും. അപ്പം നമ്മൾ അതൊക്കെ വെച്ച് വിലയിരുത്തി വേണം ഒരാളെക്കുറിച്ച് ഒരു കമൻറ്റ് എഴുതാൻ. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. മറ്റുള്ളവർക്ക് എന്തെങ്കിലും പറയാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു വ്യക്തിയെ നമ്മൾ അവരുടെ ബാഹ്യ ഇതുകൊണ്ട് മാത്രം, അതായത് അവരുടെ ഈ അപ്പിയറൻസ് കൊണ്ട് മാത്രം അവർക്ക് ദുഃഖമില്ല, അല്ലെങ്കിൽ അവരെന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു കള്ളിയാണ് എന്നൊന്നും വിലയിരുത്താൻ നമ്മൾ ആരുമല്ല. നിയമപരമായ സംവിധാനങ്ങൾ പരാജയപ്പെട്ടാലും മനസ്സാക്ഷി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അവർക്കത് നാളെ എന്തെങ്കിലും അവരുടെ പക്ഷത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കാലം തെളിയിക്കും. നമ്മളെല്ലാവരും കർമ്മയിലും കർമ്മത്തിലും എല്ലാം വിശ്വസിക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് തന്നെ അത് പോസിറ്റിവിറ്റി എപ്പോഴും, നമുക്ക് ആദ്യമൊക്കെ തോറ്റു അല്ലെങ്കിൽ തകർന്നു പോകുന്നു എന്ന് തോന്നിയാലും പിന്നീട് അത് തന്നെ ജയിക്കും. എപ്പോഴും തിന്മയുടെ കൂടെ നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും ആദ്യം അങ്ങനെയൊക്കെ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് തോന്നിയാലും എന്നായാലും ഒരു പരാജയം ഉറപ്പാണ്. അപ്പോൾ ഒരാളുടെ വേദനയും അയാളുടെ അപ്പിയറൻസും കൊണ്ട് നമ്മൾ വിലയിരുത്തരുത് എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായമാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എനിക്ക് ഈ ഒരു വിഷയത്തിലൊരു അഭിപ്രായം പറയണമെന്ന് തോന്നി. കാരണം ഒരിക്കലത് അനുഭവിച്ച ഒരു വ്യക്തിയാണ്. ഒരാളുടെ വേദനയും പൊട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ചിരിച്ച് ബോൾഡായി സംസാരിച്ചുകൊണ്ടോ ഒന്നും വേദന അല്ലാണ്ടാവുന്നില്ല. അവരൊറ്റയ്ക്കാവുന്ന സന്ദർഭങ്ങളിൽ, അവർ വെറുതെ ഇരിക്കുന്ന സന്ദർഭങ്ങളിൽ അവർക്കതൊരു ആഴം നമുക്ക് ആർക്കും അളക്കാൻ പറ്റാത്ത ശാരീരിക വേദന പോലെ തന്നെയാണ്. അതിന് ചിലപ്പോൾ അതിൽ കൂടുതലാണ് മാനസിക വേദന. അത് ബുദ്ധിമുട്ടാണ്. ശാരീരിക വേദന ഉള്ളതിനേക്കാളും മനുഷ്യർ ജീവൻ വെടിയാൻ ആഗ്രഹിക്കുന്നത് ഈ മാനസിക വേദന ഉള്ളപ്പോഴാണ്. അപ്പം അതിനത്ര വിലയുണ്ട്. ആരും ജീവൻ വെടിയരുത്. കാരണം അതൊന്നും ശരിയായ തീരുമാനങ്ങളല്ല. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന അവരെ പോലെ ഇത്തരം തീരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടും ബോൾഡായി ജീവിക്കാൻ അവർ തീരുമാനിച്ച തീരുമാനത്തിൽ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്കുകളോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ കാലം അത് തെളിയിക്കും. അല്ലാതെ എന്നും നമ്മളെല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമുക്ക് അന്ന് വിലയിരുത്താം. അതല്ലേ നല്ലത്.
നന്ദി, നമസ്കാരം.